ഇന്നത്തെ സുവിശേഷം യോഹന്നാൻ 20:19 മുതൽ 31 വരെ. മുറിവുകളിലൂടെയുള്ള വിശ്വാസം, സംശയത്തിൽ നിന്ന് സമർപ്പണത്തിലേക്ക്. ഭയത്താൽ വാതിലുകൾ അടച്ചിരുന്ന ശിഷ്യന്മാർക്ക് മധ്യേ യേശു പ്രത്യക്ഷനാകുന്നതും 8 ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ സംശയം ദൂരീകരിച്ച് അവനെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതുമാണ് ഈ ഭാഗത്തെ പ്രമേയം. ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് വാതിലുകൾ അടച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഉദ്ധിതനായ യേശുവിന് ഭൗതികമായ തടസ്സങ്ങളില്ല. അവിടുന്ന് അവരുടെ മധ്യം നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഭയം വാതിലുകൾ അടയ്ക്കുമ്പോൾ ക്രിസ്തു ആ ഭയത്തെ ഭേദിച്ച് അകത്തു വരുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം നാം ഹൃദയവാതിലുകൾ അടച്ചിട്ടേക്കാം. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ നമ്മുടെ പരാജയങ്ങളിലേക്കും ഭയങ്ങളിലേക്കും കടന്നു വരാൻ അനുവദിച്ചാൽ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്ക് ലഭിക്കും. മറ്റു ശിഷ്യന്മാർ പറഞ്ഞത് തോമസ് വിശ്വസിച്ചില്ല. അവൻ്റെ കൈകളിൽ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും വിരലിടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. തോമസിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം യേശു വീണ്ടും വന്ന് അവനായി തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. ദൈവം നമ്മുടെ ബലഹീനതകളിൽ നമ്മെ തേടി വരുന്നു. സംശയങ്ങൾ വിശ്വാസത്തിന് ശത്രുവല്ല, മറിച്ച് ആഴമായ വിശ്വാസത്തിലേക്കുള്ള പടവുകളാണ്. കർത്താവിനെ സ്പർശിക്കാനും അനുഭവിക്കാനുമുള്ള ആഗ്രഹം ദൈവം മാനിക്കുന്നു. യേശുവിനെ കണ്ടുമുട്ടിയ തോമസ് നടത്തിയത് ബൈബിളിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. കാണാതെ വിശ്വസിക്കുന്നവർ അനുഗ്രഹീതർ എന്ന് യേശു ഓർമ്മിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മുറിവുകൾ വെറും വേദനയുടെ അടയാളങ്ങളല്ല, മറിച്ച് അവ വിജയത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അടയാളങ്ങളാണ്. കാണാതെ വിശ്വസിക്കുക എന്നതിനർത്ഥം അന്ധമായി വിശ്വസിക്കുക എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിലും വാഗ്ദാനങ്ങളിലും ഉറച്ചു നിൽക്കുക എന്നതാണ്. നമ്മുടെ മുറിവുകളെ ക്രിസ്തുവിൻ്റെ മുറിവുകളോട് ചേർക്കുമ്പോൾ അവ പ്രകാശമായി മാറും. യേശു ശിഷ്യന്മാരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ. സൃഷ്ടിയുടെ തുടക്കത്തിൽ ദൈവം മനുഷ്യന് ജീവശ്വാസം നൽകിയതുപോലെ ഉദ്ധാനത്തിലൂടെ പുതിയൊരു സൃഷ്ടിക്ക് യേശു തുടക്കം കുറിച്ചു. സഭയ്ക്ക് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം നൽകിയതും ഈ നിമിഷത്തിലാണ്. തോമസിനെ പോലെ നമുക്കും അവിടുത്തെ പാദങ്ങളിൽ വീണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റു പറയാം. മുറിവുകളുള്ള ദൈവത്തിന് മാത്രമേ നമ്മുടെ മുറിവുകളെ ഉണക്കാൻ സാധിക്കൂ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കാരുണ്യവാനായ ദൈവമേ, എൻ്റെ അവിശ്വാസത്തിൻ്റെ നിമിഷങ്ങളിൽ എന്നെ തേടി വരണമേ. എൻ്റെ ഭയത്തിൻ്റെ വാതിലുകൾ ഭേദിച്ച് അങ്ങയുടെ സമാധാനം പകരണമേ. വിശുദ്ധ തോമസ് അപ്പോസ്തലനെ പോലെ അങ്ങയെ എൻ്റെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാൻ എനിക്ക് കൃപ നൽകണമേ. കാണാതെ വിശ്വസിക്കുന്നവരുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ മുറിപ്പാടുകളിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.